നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിമിനെയും ഇതുപോലൊരു വിഷയം വരുന്ന സമയത്ത് അവരുടെ ഉള്ളിലൂടെ വരുന്ന ഇപ്പൊ ഞാനെല്ലാം ഒരു വിശ്വാസിയായി ഇതിൽ നിലനിന്നിരുന്ന സമയത്ത് പോലും ഒരു ബോംബ് സ്ഫോടനം എവിടെയെങ്കിലും ഉണ്ടാവുമ്പോൾ ഒരു തീവ്രവാദ ആക്രമണം ആണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്റെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് മുസ്ലിം ആയിരിക്കരുതേ എന്നുള്ളതായിരുന്നു. അപ്പോ എന്തിനാണ് ഒരു മുസ്ലിം അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ സാധാരണ ആളുകൾ പറയാറുണ്ട്, ഇങ്ങനെ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് എല്ലാവരും മുസ്ലിമിനെതിരെ അത് ചിന്തിക്കുന്നു, അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നു, ഇതാണ് പറയാ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് മുസ്ലിമിന് അങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന വരേണ്ട ആവശ്യകത എന്താ ഉള്ളത്? അപ്പൊ ഇത് ബാക്കിയുള്ള ആളുകൾ കെട്ടിവെക്കുന്നത് മാത്രമായിട്ടല്ലല്ലോ ഇതിനെ കാണുന്നത്. ഓരോ മുസ്ലിമും പെർസീവ് ചെയ്യുന്നത് അതേ നിലയിൽ തന്നെയാണ്. ഇത് ഞങ്ങളാകരുതേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വരുന്നുണ്ട് കാര്യം. അപ്പൊ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ആദ്യം വരുമ്പോഴാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ഇതെന്താണ് ഇതിന്റെ കാര്യകാരണങ്ങൾ, ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചർച്ച പോലും പ്രസക്തമാകുന്ന ആ ഒരു ഘട്ടത്തിന് ശേഷമാണ്.